മുൻ പ്രസിഡന്റിൻ്റെ പേരിലുള്ള പുല്ലാട്ട് സ്മാരക ഹാൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമായ സഹായത്താൽ അത് പണി പൂർത്തിയാക്കുന്നതിനും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു. എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമാണ് ഈ ഉദ്ഘാടന പരിപാടി. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നടക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ, MLA മാർ, ജനപ്രതിനിധികൾ ഇവരെല്ലാം ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹാളിൻ്റെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്നാണ് ഉദ്ഘാടനം. 2 ഹാളുണ്ട്. ഒരു കോൺഫറൻസ് ഹാള്, മുകളിലൊരു മറ്റൊരു ഹാളും കൂടെ ഉണ്ട്. ലൈബ്രറി പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പൊതുസമ്മേളനം MLA പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി MLA, പൂഞ്ഞാർ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തങ്കൽ നമ്മളുടെ കലാവേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതോടൊപ്പം വായനാ വസന്തം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണനാണ്. അതേപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ PG ആനന്ദന്, റാന്നിയുടെ മുൻ MLA ശ്രീ രാജു എബ്രഹാം, അതോടൊപ്പം ഞങ്ങളുടെ കരുണ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടി ലഭിച്ചിട്ടുള്ള ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് വെച്ചുച്ചിറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ EV വർക്കിയും മുൻ പ്രസിഡന്റ് ശ്രീ TK ജെയിംസും ചേർന്ന് നടത്തുന്നതാണ്. അതിനുശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായി. നമസ്കാരം. ഒരു മനുഷ്യനെ പരുവപ്പെടുത്തുന്നത് പുസ്തകങ്ങളാണോ, അല്ലെങ്കിൽ ജീവിതഗന്ധിയായ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ വളരെ താഴ്ന്ന ലെവലിൽ നിന്നല്ലേ മണ്ണാണോ? ഇതൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് പല ആൾക്കാർക്കും പലതരത്തിലുണ്ട്. എന്നെ പരുവപ്പെടുത്തിയത് എനിക്ക് കൃത്യമായിട്ട് പറയാം പുസ്തകങ്ങളാണ്. ഞാൻ നാട്ടിൻപുറങ്ങളിലെ കഥകൾ മുതൽ അത്യാവശ്യം വിദേശ നോവലുകൾ അല്ലെങ്കിൽ സാഹിത്യങ്ങളടക്കം പല കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറിയിൽ, ഈ മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറി, എടകടത്തി ടാഗോർ വായനശാല, കൊല്ലമുള സാംസ്കാരിക നിലയം, ഇപ്പം ഞാൻ പഠിച്ച SB കോളേജ്, അവിടെ 5 കൊല്ലം പഠിച്ച അവിടെ എനിക്കുണ്ടായിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ, 4 നിലയുള്ള പുസ്തകങ്ങൾ, ഗ്രന്ഥാലയം, ഇതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല, അത് തന്നെയാണ് ഞാൻ എന്താണോ എന്നെ പരുവപ്പെടുത്തിയത് അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുക്കൂട്ടുതറ പബ്ലിക് ലൈബ്രറി എൻ്റെ അവിടുത്തെ അംഗത്വ നമ്പർ എന്ന് പറഞ്ഞാൽ 1234 ആണ്. 1 2 3 4 എന്നുള്ള വളരെ ഒരു മാജിക്കലായിട്ടുള്ളൊരു നമ്പർ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ ആ ലൈബ്രറിയിൽ ഞാൻ വർഷങ്ങളോളം ആളായിരുന്നു. ആളെന്ന് പറയാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വേറെ തെറ്റൊന്നും പറയാനില്ല. ഇപ്പോഴും എനിക്ക് എൻ്റെ അംഗത്വമുണ്ട്. ഞാൻ പരമാവധി അവിടെ പോകാറുണ്ട്. അവിടെ 4-5 പത്രങ്ങൾ വരാറുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ഈ ലൈബ്രറിക്ക് ഇപ്പോൾ എനിക്ക് അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ പേരിൽ MD പുല്ലാട്ട് എന്നുള്ള പേരിൽ ഒരു സ്മാരക ഹാളും അതിൻ്റെ മുകളിൽ ഒരു ഓഡിറ്റോറിയം, മറ്റ് സംവിധാനങ്ങളും ഉണ്ട്. അവിടെ തന്നെയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് അതിന് പണം മുടക്കിയിരിക്കുന്നത് അവർ തന്നെയാണ്, ഒരു ലൈബ്രറിക്ക് വേണ്ടി. നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം മുടക്കാറുണ്ട്. പക്ഷേ അവിടെ പണം മുടക്കിയിരിക്കുന്നത് പുല്ലാട്ട് ഫാമിലിയാണ് എന്ന് പറയാൻ, അന്തസ്സോടെ പറയാൻ ഞങ്ങൾക്ക് പറ്റും. അപ്പം മറ്റാരെങ്കിലും അതിൻ്റെ അകത്ത് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും മേജറായിട്ട് ഇന്നത്തെ കാലത്ത് വായനയുടെ ശീലം മനുഷ്യന് കുറഞ്ഞു വരികയാണ്. PC ഉലകനാന്, പിന്നെ അതുപോലെ ഡോക്ടർ TL മാത്യു, പ്രൊഫസർ MC മാത്യു, ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ശ്രമം കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ചെയ്ത് ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്കകം അവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. ആ ഹാളിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പുറമസ്ഥൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങൾ ഇതോടൊപ്പം കാണുന്നത്. എല്ലാവരുടെയും ആശംസയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു.
ടാഗോറാണ് പറഞ്ഞ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇന്നത്തെ കാലത്ത് ആർക്കും ചിന്തയില്ല, വായനയില്ല. ഒരു ലൈബ്രറി പോലും ആൾക്കാരെ കാണാനില്ല. പക്ഷേ ചിന്തിക്കുകയും വിവേകം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോഴും ഈ DC ബുക്സിൻ്റെയൊക്കെ ഈ ജനുവരി 1 മുതൽ അവർക്ക് ജനുവരി 1 മുതൽ 9 വരെ ദിവസങ്ങളിൽ അവർ തുടങ്ങാറുണ്ട്, ബുക്ക് ഫെസ്റ്റൊക്കെ തുടങ്ങാറുണ്ട്. അവർക്ക് പോയി പുസ്തകങ്ങളൊക്കെ മേടിക്കും. എനിക്ക് കൈ പൈസ ഇല്ലേ പോലും നാട്ടുകാരോട് വരെ മേടിച്ചിട്ട് ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സിറ്റിസൺ ജേർണലിസ്റ്റാണ് ജോമോ ചാലക്കുഴി. അദ്ദേഹത്തിൻ്റെ അന്ന് പൈസ മേടിച്ചിട്ട് പുസ്തകം മേടിച്ച സംഭവം വരെ ഉണ്ട്. അന്നേരം എൻ്റെ 1 രൂപ പോലും ഇല്ല. അപ്പം അങ്ങനെ നമ്മളുടെ വായനയെ, വിജ്ഞാനത്തെ വിപുലമാക്കുക എന്ന് മാത്രം പറയുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസിലേക്ക് പോവുകയാണ്. ഒരു കാരണവശാലും ഇത് മറ്റൊരു പ്രൊമോ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.